എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അത് വളരെ ടേസ്റ്റിയാണ്. ഞാനിതിൽ പറയുന്ന ചേരുവകൾ തന്നെ ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കണം. അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുക പെർഫെക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് എത്രയും വേഗം പായസം ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ തിൻ സേമിയ, വളരെ തിന്നായിട്ടുള്ള സേമിയാണിത്. അപ്പോൾ ഇത് റോസ്റ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. എളുപ്പത്തിലൊരു പായസം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് ഇതാണ് ഏറ്റവും നല്ലത്. അതെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സേമിയ എനിക്ക് തോന്നുന്നു എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമ്മൾ ഇനി ചേർക്കുന്നത് ചവ്വരിയാണ്, സാഗോ സീഡ് എന്നൊക്കെ പറയും. ഇത് ഞാൻ ചുടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇത് ഒരു ഹാൻഡ്ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക് 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ പായസത്തിന് ഉണ്ടാവുക, പ്രത്യേകിച്ച് മിൽക്ക് ചേർത്തിട്ടുള്ള പായസത്തിന്. ഇനി ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേരുവ. ഇത് കാടമം മിൽക്കാണ്, ഏലക്കയുടെ ഫ്ലേവറുള്ള പാലാണിത്. ഇത് അഥവാ വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ പാൽ തിളപ്പിക്കുമ്പോൾ തന്നെ ഏലക്കാപ്പൊടി ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചാൽ മതിയാവും. കിട്ടുകയാണെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ ഇത് തന്നെ വാങ്ങി യൂസ് ചെയ്യാൻ നോക്കുക. അതാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് പായസത്തിന് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവറ്, കളറ് എല്ലാം ഇതൊരു പിങ്ക് കളറാണ്. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 1 ലിറ്റർ പാലെടുത്തിട്ട് പാല് തിളപ്പിക്കാനുള്ള പാത്രത്തിൽ ഒഴിക്കുക. ആ ബോട്ടിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളമാക്കിയിട്ട് നമ്മൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ബോട്ടിലൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പേ ഉണ്ടാവുള്ളൂ അത്, ഈ വെള്ളം. ഇനി നമുക്ക് പാല് തിളയ്ക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. പാല് നല്ലപോലെ തിളയ്ക്കണം, അതുവരെ വെയിറ്റ് ചെയ്യാം. പാലിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഈ ചവ്വരി പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 6-7 മിനിറ്റ്സ് ഒക്കെ മതിയാവും. കാരണം അത് നമ്മൾ ചുടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ചവ്വരിയാണ്. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും, ടൈമൊന്നും എടുക്കില്ല. ഇത് വേവുമ്പോൾ ഒന്നും കൂടെ അത് ബോൾസ് പോലെ കിടക്കും പായസത്തിൽ. കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും പായസത്തിൽ, കഴിക്കാനും നല്ല രുചിയാണ്. ഇപ്പോൾ ചവ്വരി ഇട്ടിട്ട് പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് സേമിയ ചേർക്കാം. ഈ സേമിയ പെട്ടെന്ന് വെന്ത് കിട്ടും, ഒട്ടും ടൈം എടുക്കില്ല. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ സേമിയ ഒരുപാട് ചേർക്കാനും പാടില്ല, കാരണം ഇത് പെട്ടെന്ന് പായസം തിക്കാവും. ഇപ്പോൾ സേമിയ ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നല്ല തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1.5 കപ്പ് ഉണ്ടായിരുന്നു. 1.5 കപ്പാണ് അളവ് പറയുകയാണെങ്കിൽ. അപ്പോൾ 1.5 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ആയിട്ട് ഒന്നും കൂടെ നല്ലോണം പായസം യോജിച്ച് വരണം. ഇപ്പം നമ്മുടെ പായസം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് കാടമം മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ടിൻ കാടമം മിൽക്കാണ്, ഇത് ചേർത്ത് കൊടുക്കാം. ഇത് പായസത്തിന് നല്ല ഫ്ലേവർ കൊടുക്കും. പിന്നെ നമുക്ക് വേറെ ഏലക്കൊന്നും പൊടിച്ചിടേണ്ട ആവശ്യമില്ല. ഈ കാടമം മിൽക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിള വന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ. പിന്നെ ഞാൻ പാല് ചേർത്തുണ്ടാക്കുന്ന പായസങ്ങളിൽ ഞാൻ കാഷ്യൂനട്ടും കിസ്മിസും ഒന്നും ചേർക്കാറില്ല, എനിക്കത് ഇഷ്ടമല്ല. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം. പക്ഷേ ഈ പായസത്തിന് ഒരു ഡെക്കറേഷൻ്റെ ആവശ്യമില്ല. അത് ഇങ്ങനെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചൂടോടെയും കഴിക്കാം, തണുപ്പിച്ചും കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.